ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ കൊഞ്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം തക്കാളി വാടി തുടങ്ങുമ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തിരികെ വെച്ചേക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ അതിലേക്ക് തട്ടി ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.